കൃഷി ചെയ്യാൻ സ്ഥലവും വെള്ളവുമില്ലെന്ന് പരാതിപ്പെടുന്നവർക്ക് മാതൃകയാവുകയാണ് ചെറുവറ്റ സ്വദേശികളായ ശിവരാജനും ഭാര്യ നിഷയും. ഇവരുടെ വീടിന്റെ ടെറസിൽ ഒട്ടുമാവുകളും കുറ്റിക്കുരുമുളകുമെല്ലാം കാർഷിക വിപ്ലവം തീർക്കുകയാണ്. കൃഷി ചെയ്യാൻ സ്ഥലവും വെള്ളവുമില്ലെന്ന് പരാതിപ്പെടുന്ന ഭൂരിപക്ഷം മലയാളികൾക്കും മാതൃകയാക്കാവുന്ന ദമ്പതികളാണ് ചെറുവറ്റ താഴെമണ്ണാറക്കൽ ശിവരാജനും ഭാര്യ നിഷയും. ചെറുവറ്റയിലെ വീട്ടിൽ ടെറസിന് മുകളിൽ ഒട്ടുമാവിലും കുറ്റിക്കുരുമുളകിലും കാർഷിക വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ദമ്പതികൾ. 30-ലേറെ ഇനങ്ങളിലുള്ള വിവിധ ഒട്ടുമാവുകൾ നിറയെ പഴുത്തതും പഴുക്കാൻ പാകമായതുമായ മാങ്ങകൾ നിൽക്കുന്ന കാഴ്ച ഏറെ മനോഹരമാണ്. ഒളോർ, മൽഗോവ, അൽഫോൺസ തുടങ്ങി മാമ്പഴക്കൂട്ടങ്ങളിലെ റാണിമാരും രാജാക്കന്മാരും ശിവരാജേട്ടന്റെ വീട്ടിലെ ടെറസിന് മുകളിലുണ്ട്. ഒട്ടുമാവ് എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് ഞാൻ ഈ കൃഷി കണ്ടിട്ട് അതിൽ നിന്ന് മാങ്ങ ഉണ്ടായി കിടക്കുന്ന കണ്ടപ്പോൾ ഉള്ളൊരു പ്രചോദനം, അല്ലാതെ ചെറിയ മാവിൻ്റെ മുകളിൽ മാങ്ങ ഉണ്ടായി കിടക്കുന്ന കണ്ടപ്പോൾ അങ്ങനെ ചെയ്താൽ എന്താണെന്ന് തോന്നി. പിന്നെ ഈ ഗ്രാഫ്റ്റിങ്ങും ബഡിങ്ങും ചെറിയ തോതിൽ ആദ്യം അറിയുന്നത് കൊണ്ടും അതിലേക്കുള്ള താല്പര്യം കൊണ്ടും ഈ രീതിയിലെത്തിയത്. ഓട്ടോറിക്ഷ ഡ്രൈവറായ ശിവരാജൻ ടെറസിന് മുകളിലെ കൃഷിക്കായി സമയം കണ്ടെത്തുകയാണ്. കൃഷി നനയ്ക്കാനും പരിപാലിക്കാനും ഭാര്യ നിഷയും ഒപ്പമുണ്ടാവും. കൃഷിക്ക് ആവശ്യമായ ചട്ടിയും ശിവരാജൻ വീട്ടിൽ വെച്ച് നിർമ്മിക്കുന്നുണ്ട്. മാമ്പഴങ്ങൾക്കൊപ്പം അപൂർവമായ കുറ്റിക്കുരുമുളകുകളും ഇവിടെയുണ്ട്. കൃഷിയെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശിവരാജന്റെ വീട്ടിലെത്തുകയാണ്. കൃഷി ചെയ്യാനുള്ള മനസ്സുണ്ടായാൽ മതിയെന്നും ബാക്കിയെല്ലാം കൂടെ വരുമെന്നും ഇദ്ദേഹം പറയുന്നു. അത് ഇതിൻ്റെ താല്പര്യം കൊണ്ട് മാത്രമാണ്. ഇത്രയും താല്പര്യമുള്ളവർ പോകുന്ന വഴിക്കൊക്കെ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു നഴ്സറി കണ്ടാലോ അല്ലെങ്കിൽ കൃഷി കണ്ടാലോ വണ്ടി സൈഡാക്കി അതൊക്കെ ഒന്ന് പോയി നോക്കും. വെള്ളം ഉള്ളിടത്തോളം വളരെ പരിമിതമായിട്ട് ഉപയോഗിച്ചും കൊണ്ട് തന്നെയാണ് നനയ്ക്കുന്നത്. ഇപ്പം കിണറൊക്കെ ആഴം കൂട്ടി ആവശ്യത്തിന് വേണ്ട വെള്ളം ഇപ്പോൾ കിട്ടുന്നുണ്ട്. മാവിനും കുരുമുളകിനും പുറമെ ഓർക്കിഡും ആന്തൂറിയവും അങ്ങനെ പലതരം ചെടികളും ഈ ദമ്പതികളുടെ കാർഷിക സാമ്രാജ്യത്തിലുണ്ട്. കൃഷിയുടെ ഇവരുടെ മികച്ച പ്രവർത്തനത്തിന് നാട്ടുകാർ ശിവരാജനെയും നിഷയെയും മൊമെന്റോ നൽകി അംഗീകരിച്ചിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കുരുവട്ടൂർ.